പശ്ചിമബംഗാളിൽ മമതയെ തോൽപ്പിക്കാൻ സിപിഎം വോട്ട് മറിച്ചു എന്ന സുവേന്ദു അധികാരി. ഭവാനിപ്പൂരിൽ എന്നെ ജയിപ്പിച്ചത് സിപിഎം വോട്ടർമാരാണ്. ശക്തരായ എല്ലാ അനുയായികളും എനിക്ക് വോട്ട് ചെയ്തുവെന്നും 10,000 വോട്ടുകളെങ്കിലും തനിക്ക് ലഭിച്ചുവെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. मुझे खास करके जो बंगाली हिंदू एरिया है चेतला 82 नंबर वार्ड वो खुल के वोट डाल दिया और सीपीएम का जो लूथ सपोर्टर है हिंदू सपोर्टर सब लोग वोट किया. सीपीएम का 14,000 वोट था भवानीपुर में, वो कम से कम 10,000 वोट मुझे ट्रांसफर कर दिया. मैं नीचे जो सीपीएम का लूथ वोटर्स है उनको भी आभार प्रकट करता हूँ. और चेतला में जितना भी बंगाली हिंदू है सब लोग खुल के वोट किया. ये जीत बंगाल का जीत है, ये जीत नरेंद्र मोदी जी का जीत है. അതേസമയം മുഖ്യമന്ത്രി സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി സുവേന്ദു ദില്ലിക്ക് തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, നിതിൻ നബീൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. മമതയുടെ അടിതെറ്റിച്ചത് RSSന്റെ നിശബ്ദ പ്രചാരമാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. നോബിൾമാർക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ സുവേന്ദു അധികാരി ഡൽഹിക്കൊക്കെ തിരിക്കുന്നു. പക്ഷേ അവിടെ നടത്തിയ ഒരു പരസ്യ പ്രതികരണം അത് സിപിഎമ്മിനെ ആകെ വെട്ടിലാക്കുന്നതാണ്. വലിയ രീതിയിൽ പിന്തുണ സിപിഎമ്മിൽ നിന്ന് തനിക്ക് ലഭിച്ചു എന്നാണോ ഇപ്പോൾ സുവേന്ദു അധികാരി പറയുന്നത്? സ്മൃതി, സിപിഎമ്മിനെ വലിയ തരത്തിൽ വെട്ടിലാക്കുന്ന പ്രതികരണമാണ് സുവേന്ദു അധികാരി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഭവാനിപൂരിൽ 15,105 വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരി എന്താണെങ്കിലും അവിടെ വിജയിച്ചു കയറുന്നത് മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും നിർണായകമായത് സിപിഎമ്മിന്റെ 10,000 വോട്ടുകളാണ് എന്നാണ് ഇപ്പോൾ സുവേന്ദു അധികാരി വ്യക്തമാക്കുന്നത്. ഭവാനിപൂരിൽ സിപിഐഎമ്മിന് 13,000 വോട്ടുണ്ട്. അതിൽ 10,000 വോട്ടും തനിക്ക് നൽകി എന്ന് സുവേന്ദു അവകാശപ്പെടുന്നു. താഴ്ത്തട്ടിലെ സിപിഎം പ്രവർത്തകർ തനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നാണ് സുവേന്ദു അധികാരി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിലാണ് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്ന് ഇതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ടിഎംസി ആണ് നമുക്കറിയാം പശ്ചിമബംഗാളിൽ സിപിഎമ്മിനെ പിഴുതെറിഞ്ഞുകൊണ്ട് അധികാരം നിലനിർത്തിയ പാർട്ടി. അതിനുശേഷം ടിഎംസിയോട് വലിയ എതിർപ്പ് പ്രത്യേകിച്ച് സിപിഎമ്മിനുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ഭവാനിപൂരിലെ തെരഞ്ഞെടുപ്പിൽ സിപിഎം അത് സുവേന്ദു അധികാരിക്ക് അവരുടെ വോട്ട് മറിച്ചുകൊടുത്ത് മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി എന്നാണ് ഇപ്പോൾ സുവേന്ദു അധികാരി തന്നെ വ്യക്തമാക്കുന്നത്. 10,000 വോട്ട് എന്ന് പറയുമ്പോൾ നിസ്സാര വോട്ടല്ല. പ്രത്യേകിച്ച് 15,105 ഭൂരിപക്ഷം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് ഏറെ പ്രധാനപ്പെട്ടതാണ്. സിപിഎം പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ പോലും ബിജെപി സിപിഎം ഡീലൊക്കെ ഉണ്ടെന്ന് പല ഘട്ടങ്ങളിലും ആരോപണം ഉയർന്നതാണ്. എന്താണെങ്കിലും സുവേന്ദു അധികാരി മത്സരിച്ച ഭവാനിപൂരിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സുവേന്ദു അധികാരി എന്താണെങ്കിലും വ്യക്തമാക്കിയിരിക്കുന്നത്. 10,000 വോട്ട് തനിക്ക് സിപിഎം നൽകി എന്ന് പറയുമ്പോൾ മമതാ ബാനർജിയുടെ തോൽവി ഏറ്റവും നിർണായകമായ ഘടകങ്ങളിലൊന്ന് സിപിഎം വോട്ടുകളാണ് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. എന്താണെങ്കിലും ഹിന്ദുക്കളുടെയും ഒപ്പം ബാക്കി പ്രധാനപ്പെട്ട യുവാക്കളുടെയൊക്കെ വോട്ട് തനിക്ക് ലഭിച്ചു എന്നാണ് ഇപ്പോൾ സുവേന്ദു അധികാരി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലായിക്കൊണ്ട് സുവേന്ദു അധികാരി ദില്ലിക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക സുവേന്ദു അധികാരി തന്നെയായിരിക്കും. കാരണം നന്ദിഗ്രാമിനും വിജയിച്ചു. അതോടൊപ്പം തന്നെ ഭവാനിപൂരിൽ മമതാ ബാനർജിയെ 15,000-ലധികം വോട്ടുകൾക്ക് വീഴ്ത്തുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് സുവേന്ദു അധികാരി നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സിപിഎമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്താൻ സിപിഎം ബിജെപി ഡീൽ ഉണ്ടാക്കിയെന്ന് ബിജെപി നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ പോകുന്ന സുവേന്ദു അധികാരി തന്നെ പറയുകയാണ്. ഇതിൽ സിപിഎമ്മിന്റെ പ്രതികരണം അറിയേണ്ടതുണ്ട്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.